അടിവാതിൽക്കലെത്തി നിൽക്കുന്നു. നാടാകെ ഇളകിമറിച്ച് പ്രചരണം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ജനാധിപത്യത്തിൽ പങ്കാളികളാകാൻ ജനമാകെ പോളിംഗ് ബൂത്തിലെത്താൻ ഇനി അവശേഷിക്കുന്നത് 5 ദിനങ്ങൾ മാത്രമാണ്. ആവേശം നിറഞ്ഞ പ്രചരണം അവസാന ലാപ്പിലേക്ക്. പ്രചരണത്തിന് ചുക്കാൻ പിടിക്കാൻ പ്രധാന നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുമ്പോൾ ആവേശക്കടലാവുകയാണ് ഓരോ പരിപാടികളും. എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ത്യയെ തന്നെ തകർത്തെറിഞ്ഞ നോട്ട് നിരോധനം 2 വർഷം പിന്നിടുന്നു. രാജ്യത്ത് 2 വർഷത്തിനുള്ളിൽ തൊഴിൽ നഷ്ടമായത് 50 ലക്ഷം പേർക്കെന്ന് പുതിയ റിപ്പോർട്ടുകൾ. തൊഴിൽ സംബന്ധിച്ച് നൽകിയ വമ്പൻ വാഗ്ദാനങ്ങൾ മോദി പാലിച്ചോ? മോദിയുടെ തന്നെ പരാജയം പിന്നെയും വ്യക്തമാവുകയാണ്. പുതിയ റിപ്പോർട്ടിലൂടെ വ്യക്തമാവുകയാണ്. അഭിപ്രായം പറയേണ്ടത് തീർച്ചയായും ജനങ്ങളാണ്. വ്യക്തമായ നിലപാടുകളുണ്ട് ജനാധിപത്യത്തിൽ പങ്കാളികളാകുന്ന ഓരോരുത്തർക്കും. കാണാം ഇന്നത്തെ ജനശബ്ദം. ജനശബ്ദത്തിലാദ്യം സാംസ്കാരിക നഗരമായ തൃശൂരിൽ നിന്നുള്ള ജനങ്ങളുടെ ഉറച്ച രാഷ്ട്രീയ നിലപാടാണ്. 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ മാത്രം തൊഴിൽ നഷ്ടമായത് 50 ലക്ഷം പേർക്കാണ്. മോദി സർക്കാർ വലിയ വാഗ്ദാനങ്ങൾ സംബന്ധിച്ച് നൽകിയിരുന്നെങ്കിൽ പോലും അതൊന്നും പാലിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇത് സംബന്ധിച്ച് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നമ്മളിപ്പോൾ ഏതാനും യുവാക്കൾ ഇപ്പോൾ ഈ സംബന്ധിച്ച അഭിപ്രായം നമ്മളോട് പറയുന്നുണ്ട്. ഇന്ത്യയിൽ 50 ലക്ഷം പേർക്കാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തൊഴിൽ നഷ്ടമായത്. ഇത് സംബന്ധിച്ച് വലിയ വാഗ്ദാനങ്ങളാണ് കഴിഞ്ഞ മോദി സർക്കാർ നൽകിയത്. അപ്പോൾ ഒന്നും പാലിച്ചില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം 50 ലക്ഷം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെപ്പോലെ ചെറുപ്പക്കാർ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യാണ്, തൊഴിൽ നഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി പഠിച്ചിറങ്ങിയ എത്രയോ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ജോബില്ലാതെ എന്ത് ചെയ്യാണ്, ജോബിന് വേണ്ടി എന്ത് ചെയ്യുക, പല സ്ഥലങ്ങളിലും അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ജോലി എവിടെയും കിട്ടാനില്ല. അപ്പോൾ അവർ കിട്ടുന്ന ജോലിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ 50 ലക്ഷം എന്ന വലിയ കണക്കാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് തൊഴിൽ നഷ്ടമാകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ യുവാക്കളെ സംബന്ധിച്ച് എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? യുവാക്കൾ നോക്കിക്കാണുന്ന രീതി എന്ന് പറയുമ്പോൾ, കാരണം ഒരു യുവാക്കൾ കോളേജിൽ പോയിട്ട് പഠിക്കുന്നതും അതിനനുസരിച്ച് ഒരു വർക്കൗട്ടിൽ നിന്നൊക്കെ നാളെ നല്ലൊരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ എത്രയും കാശ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് കോളേജിൽ പോയിട്ട് പഠിക്കുന്നത്. പക്ഷേ അവർക്ക് അവരാഗ്രഹിക്കുന്ന നല്ലൊരു ലൈഫ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ ജോലി കിട്ടാത്ത പക്ഷം അവരെന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചിട്ടും ഒരു ലെവലിൽ എത്താൻ വേണ്ടി പറ്റുന്നില്ല. ഇത്തരത്തിൽ ഇന്ത്യയിലെ യുവാക്കൾക്ക് 50 ലക്ഷത്തോളം പേർക്ക് ജോലി നഷ്ടമായത് കേരളത്തിലെ യുവാക്കളും ഏറെ ആശങ്കയോടെ നോക്കിക്കാണുന്നത്. കൊല്ലത്ത് നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ പകർത്തിയ ജനങ്ങളുടെ അഭിപ്രായത്തിലേക്ക്. രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുമെന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത്. ഇലക്ഷന് മുമ്പും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമുണ്ടായിരുന്നു. അതേസമയം നോട്ട് നിരോധനം വന്നപ്പോൾ 50 ലക്ഷം പേരുടെ തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തു. പുതിയതായി തൊഴിൽ നൽകിയതുമില്ല, നിലവിലുള്ള തൊഴിൽ സംരക്ഷിക്കാനുമായില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ കൊല്ലത്ത് ജനശബ്ദവുമായി ബന്ധപ്പെട്ട് വിവിധ വോട്ടർമാരുടെ അഭിപ്രായം തേടുന്നത്. നോട്ട് നിരോധനം വളരെ മോശമായിരുന്നു. മോശമെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ എൻ്റെ അമ്മയുടെ കയ്യിൽ ഇപ്പോഴും പൈസ ഇരിപ്പുണ്ട്. അവർ പിന്നെ പെട്ടിക്കകത്ത് കൊണ്ട് വെച്ചിരുന്ന 3 നോട്ട് ഇരിപ്പുണ്ട്. കൊണ്ടു കൊടുക്കാൻ ഒക്കുമോ? അവർക്ക് ഒരു ഭക്ഷണം മേടിക്കാൻ ഒക്കുമോ? ഒരു സുപ്രഭാതത്തിൽ അത് നിരോധിച്ച് തെറ്റ് തന്നെ. അതിനുപരി ഈ 2000-ൻ്റെ നോട്ട് ഇങ്ങനെ ഒന്നിച്ച് വന്നപ്പോഴേ അതിനുപരി ഏതെങ്കിലും സാധനത്തിന് വില കുറച്ചോ? എന്തെങ്കിലും സാധനത്തിന് വില കുറച്ചോ? കർഷകന് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തെങ്കിലും കർഷകന് ഗുണമുണ്ടോ? കാർഷിക 350 രൂപ ഇപ്പം കുരുമുളകിന് വില. കാർഷിക വിപണിയിൽ എന്തെങ്കിലും സഹായം ചെയ്തോ? അതുകൊണ്ട് ഈ ഗവൺമെൻറ് ജനാധിപത്യപരമായിട്ട് ചിന്തിക്കുന്ന ഒരു ഗവൺമെൻറ്, മതേതരത്വപരമായ ഒരു ഗവൺമെൻറ്റാണ് ഉണ്ടാവണം. തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുക, മുതലാളിത്തത്തിൻ്റെ സൃഷ്ടിയായത്. തൊഴിൽ അവർ വന്നതിന് ശേഷം യാതൊരു വിധമായ തൊഴിൽ വർധനയും ഉണ്ടായിട്ടില്ല. ഗവൺമെൻറ് പൂർണ്ണ പരാജയം എന്നാണ് എനിക്കുള്ള അഭിപ്രായത്തിൽ. മോഡി സർക്കാർ പരാജയം തന്നെയാണെന്നാണ് അഭിപ്രായം. പ്രചരണം അങ്ങനെ അതിന്റെ അവസാനത്തിലെത്തിക്കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ജനങ്ങൾക്കൊപ്പം നേതാക്കൾക്കും പറയാനുണ്ട്. കാണാൻ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിൽ ഇനി നേതാവിനും പറയാനുണ്ട്. നല്ല നിലയിൽ പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോവുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് ശ്രീ ജോയ്സ് ജോർജിന് സാധിച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിനകത്ത് മാത്രമല്ല,
ജനകീയ വിഷയങ്ങൾക്കകത്ത് അദ്ദേഹം എപ്പോഴും സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്നു. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും ഓടി ഒളിക്കേണ്ടവനല്ല ജനപ്രതിനിധി എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. 5 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് അദ്ദേഹത്തിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു പിന്തുണ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒരു എംപിയുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള വിസ്തൃതമായൊരു മണ്ഡലത്തിൽ, ഇടുക്കി ജില്ലയും കോതമംഗലവും മൂവാറ്റുപുഴയും ഉൾപ്പെടുന്ന വിസ്തൃതമായ മണ്ഡലത്തിനകത്ത് ഒരു എംപിയുടെ സാന്നിധ്യം ജനങ്ങൾ എപ്പോഴെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ജനങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ, ഒരു കൂടപ്പറപ്പിനെ പോലെ അദ്ദേഹം 5 വർഷവും ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അത് ആ ജനങ്ങൾ അത് തുടർച്ചയിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നിലയിലുള്ള അനുഭവങ്ങളാണ് ഈ പിന്നിട്ട ദിവസങ്ങളിലെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്നത്. മോദിയുടെയും അമിത്ഷായുടെയും വർഗീയ പരാമർശങ്ങൾക്കുമേൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്യുന്നില്ലെന്ന് ബൃന്ദ കാരാട്ട്. രാജ്യത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും ബൃന്ദ കാരാട്ട് വയനാട്ടിൽ പറഞ്ഞു. രാജ്യം അതിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ചയാക്കിയും വർഗീയതയ്ക്കെതിരായ നിലപാടുകളുമായി മുന്നോട്ടു പോവുകയാണ്. യുവതീയുവാക്കൾ തൊഴിലിനെക്കുറിച്ചും ദളിതുകൾ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും സ്ത്രീകൾ സമത്വത്തെക്കുറിച്ചുമെല്ലാം മോദിയോട് ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. എന്നാൽ വായ തുറന്നാൽ അവർ വർഗീയത മാത്രം സംസാരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ജനങ്ങൾ മോദിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തുവെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. Whether the election commission bans it or not, the people of India will ban such speeches. And on 23rd of May, when the election results will be announced, Modi po, Shah po, there will be no Modi, there will be no Shah, there will be a secular government in Delhi. കോൺഗ്രസിന് വർഗീയത ചെറുക്കാനാകില്ല. രാജ്യത്ത് മതേതര സഖ്യത്തിന് ശ്രമങ്ങൾ നടത്തുമ്പോൾ അതില്ലാതാക്കാനാണ് അവരുടെ ശ്രമമെന്നും അവർ പറഞ്ഞു. ബൃന്ദ കാരാട്ട് പങ്കെടുത്ത പൊതുയോഗത്തിനു ശേഷം റോഡ് ഷോ നടന്നു. LDF നേതാക്കളും മന്ത്രി TP രാമകൃഷ്ണനും പങ്കെടുത്തു. കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെ ചെങ്കൊടിയേന്തി PP സുനീറിന് പിന്തുണയുമായി റോഡ് ഷോയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വയനാട്. രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ നിരാകരിക്കുന്ന RSS നേതൃത്വം നൽകുന്ന മോഡി സർക്കാർ വർഗീയ വികാരങ്ങൾ ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. വർഗീയതയ്ക്കെതിരെ കൃത്യമായ നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. മതേതരത്വം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കണമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VN വാസവന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവന്റെ പ്രചാരണങ്ങൾക്ക് ആവേശം പകർന്നാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് മണ്ഡലത്തിലെത്തിയത്. ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളെ നിരാകരിക്കുന്ന BJPയെ കടന്നാക്രമിച്ച പ്രകാശ് കാരാട്ട് കോൺഗ്രസിന്റെ കാപട്യങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്തു. നിലപാടുകളിൽ മാറ്റമില്ലാത്തത് ഇടതുപക്ഷത്തിന് മാത്രമാണ്. സ്വയം ദുർബലപ്പെട്ട കോൺഗ്രസ് ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയതയ്ക്ക് ചൂട്ടുപിടിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ പലരും ഇന്ന് BJPയുടെ പ്രതിനിധികളാണെന്നും BJPക്കും കോൺഗ്രസിനുമിടയിൽ അകലം കുറയുന്നുവെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. In today's political situation, it is only the left who is the most consistent, determined fighter politically and ideologically against the BJP and the communal forces. The Congress party has shown itself time and again to be compromising with the BJP and the communal forces. See how in this run-up to the Lok Sabha elections, dozens of Congress leaders have deserted the Congress and joined the BJP. So the distinction between the Congress and the BJP is getting blurred because of the erosion of the ideological commitment of the Congress to fight the communal forces. ജനങ്ങൾക്ക് നൽകിയ പല വാഗ്ദാനങ്ങളും ലംഘിച്ച മോഡി തൊഴിൽ അവസരങ്ങളെക്കാൾ തൊഴിലില്ലായ്മയാണ് സൃഷ്ടിച്ചത്. ഈ ഭരണത്തിൽ നേട്ടമുണ്ടാക്കിയത് വിരലിലെണ്ണാവുന്ന വൻകിടക്കാർ മാത്രമാണ്. ഇതിനെല്ലാമെതിരെ ശബ്ദമുയർത്തിയത് രാജ്യത്തെ ഇടതുപക്ഷമാണെന്നും പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാട്ടി. അഡ്വക്കേറ്റ് PK ചിത്രഭാനു അധ്യക്ഷനായ യോഗത്തിൽ LDF നേതാക്കളായ വൈക്കം വിശ്വൻ, AV റസൽ, CK ശശിധരൻ, മാണി C കാപ്പൻ, അഡ്വക്കേറ്റ് VB ബിനു, അഡ്വക്കേറ്റ് K അനിൽകുമാർ, സാബു മുരിക്കവേലി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇന്ത്യയിലെ ജനങ്ങളെ ജാതിയുടെയും വർഗീയതയുടെയും പേരിൽ പരസ്പരം തല്ലിക്കുകയാണ് മോദിയും BJPയുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. മതേതരത്വം സംരക്ഷിക്കപ്പെടണമെങ്കിൽ മോദിയുടെയും സർക്കാരിന്റെയും പരാജയം ഉറപ്പുവരുത്തണം. അതിനായി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കണമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. കോട്ടയം കറുകച്ചാലിൽ നടന്ന വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനാണ് സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് മണ്ഡലത്തിലെത്തിയത്. കോട്ടയം കറുകച്ചാലിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രകാശ് കാരാട്ട് പ്രസംഗവേളയിൽ ബിജെപിയെ കടന്നാക്രമിച്ചും കോൺഗ്രസിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ജനങ്ങളെ ജാതിയുടെയും വർഗീയതയുടെയും പേരിൽ പരസ്പരം തല്ലിക്കുകയാണ് മോദിയും ബിജെപിയുമെന്നും വർഗീയതയ്ക്കെതിരെ കൃത്യമായ നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. അതിനാൽ മതേതരത്വം സംരക്ഷിക്കപ്പെടണമെങ്കിൽ മോദിയുടെയും സർക്കാരിന്റെയും പരാജയം ഉറപ്പുവരുത്തണം. അതിനായി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കണമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. So in this election, the unity of the secular and democratic forces is going to ensure the defeat of the BJP and the removal of the Modi government from power at the center. And in place of that, we have to form a secular government. A secular government will be formed if we can also strengthen the representation of the left in parliament, increase the representation of the LDF MPs in parliament, because it is the left forces which can rally all secular forces to form a coalition government. This is not a role that the Congress party can play or is playing. The Congress party has a record of compromising with the BJP and the communal forces, of colluding with them opportunistically. ജോസ് ചമ്പക്കര അധ്യക്ഷനായ യോഗത്തിൽ സിപിഐ ജില്ലാ സെക്രട്ടറി CK ശശിധരൻ, LDF നേതാക്കളായ അഡ്വക്കേറ്റ് K അനിൽകുമാർ, പ്രൊഫസർ R നരേന്ദ്രനാഥ്, അഡ്വക്കേറ്റ് MA ഷാജി, PA താഹ, VP ഇസ്മായിൽ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വയനാട്ടിലെ അടിസ്ഥാന കാർഷിക പ്രശ്നങ്ങളിലോ വയനാടിനെക്കുറിച്ചുള്ള സംഘപരിവാർ വർഗീയ പ്രചരണങ്ങൾക്കോ മറുപടിയില്ലാതെ രാഹുൽ ഗാന്ധി. പത്രികാ സമർപ്പണത്തിന് ശേഷമുള്ള ആദ്യത്തെ വരവിലും മണ്ഡലത്തിൽ UPS സർക്കാർ കാലത്തെ കാർഷിക ആത്മഹത്യകളിലോ ഇടതുപക്ഷമുയർത്തുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾക്കോ അദ്ദേഹം മറുപടി പറഞ്ഞില്ല. കനത്ത സുരക്ഷാ സന്നാഹത്തിലാണ് രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിലെത്തിയത്. രാവിലെ തിരുനെല്ലി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. ബത്തേരിയിലായിരുന്നു പൊതുസമ്മേളനം. ഉമ്മൻചാണ്ടി, PJ ജോസഫ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിനെതിരെ ഒന്നും സംസാരിക്കാതിരുന്ന അദ്ദേഹം ഇടതുപക്ഷം മണ്ഡലത്തിൽ ഇതിനിടെ ചർച്ചയാക്കിയ കാർഷിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങളോടും പ്രതികരിച്ചില്ല. അമിത്ഷായുടെ പാകിസ്ഥാൻ പരാമർശവും വർഗീയ പരാമർശങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതും ഉണ്ടായില്ല. വയനാടുമായുള്ള ബന്ധം എക്കാലവും തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ UDF നേതാക്കളുമായുള്ള യോഗത്തിനു ശേഷമാണ് രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലമായ വയനാട്ടിലേക്ക് വന്നത്. നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തെ കാണാനെത്തി. വയനാട്ടിലെ ആദ്യ IAS നേടിയ ശ്രീധന്യയുമായി കൂടിക്കാഴ്ച നടത്തിയാണ് മണ്ഡലത്തിലെ മറ്റു പരിപാടികൾക്കായി രാഹുൽ ഗാന്ധി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, വയനാട്. പോലീസ് സംഘത്തെ വട്ടം ചുറ്റിച്ച് വീണ്ടും രാഹുൽ ഗാന്ധി. ആലപ്പുഴയിലെത്തിയ രാഹുൽ ഗാന്ധിയെ പോലീസ് വലയത്തിൽ നിന്നും കൊണ്ടുപോകാനായി കോൺഗ്രസ് നേതാവിന്റെ ബന്ധുവിന്റെ ഹോട്ടലിൽ, ആലപ്പുഴയിലെ ഒരു മണൽ മാഫിയയുടെ ഹോട്ടലിലാണ് ഉച്ചഭക്ഷണത്തിനായി നേതാക്കൾ രാഹുലിനെ കൊണ്ടുപോയത്. ഒരാഴ്ച മുൻപാണ് ആലപ്പുഴയിൽ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പരിപാടി നിശ്ചയിച്ചത്. ഇതേ തുടർന്ന് പോലീസിനെ പൂർണ്ണമായും വിന്യസിച്ച് റിഹേഴ്സൽ നടത്തി സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്നുവെങ്കിലും ജില്ലയിലെത്തിയ രാഹുൽ ഗാന്ധി പോലീസിനെ വട്ടം കറക്കി. ഉച്ചയ്ക്ക് 2:41 രാഹുലും സംഘവും ആലപ്പുഴയിൽ ഹെലിപ്പാഡിലിറങ്ങിയത്. അതിനുശേഷം ഭക്ഷണം ക്രമീകരിച്ചിരുന്ന ഹെലിപ്പാഡിനോട് ചേർന്നുള്ള റെസ്റ്റ് ഹൌസിലേക്ക് രാഹുലും സംഘവും വരുന്നതിനിടയിൽ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് രാഹുലിനെ ഒരു കോൺഗ്രസ് നേതാവിന്റെ ബന്ധുവിന്റെ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തകർത്താണ് രാഹുലും സംഘവും നേതാക്കളും ഇവിടെ എത്തിയത്. പിന്നാലെ പോലീസും സംഘവും എത്തി. പിന്നീട് ഇവിടെ ഭക്ഷണത്തിനുള്ള കാത്തിരിപ്പായിരുന്നു. ഒടുവിൽ 1 മണിക്കൂറിന് ശേഷം റെസ്റ്റ് ഹൌസിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണം DCC പ്രസിഡന്റ് നേരിട്ടെത്തിച്ചു. ഭക്ഷണം കഴിച്ച് വീണ്ടും റെസ്റ്റ് ഹൌസിലേക്ക് മടക്കയാത്ര. പിന്നീട് 1 മണിക്കൂർ വൈകി പ്രചരണവേദിയിൽ ഇദ്ദേഹം എത്തി. 1 മണിക്കൂർ നേരം പോലീസ് തെക്കുവടക്ക് ഓടുകയായിരുന്നു. 3 മണിക്ക് പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും മേൽക്കൂരയില്ലാത്ത വേദിയിൽ പരിപാടി നടന്നാൽ രാഹുലിന്റെ പരിപാടിക്ക് ആളെ കിട്ടാതാകുമെന്ന ഭയപ്പാടാണ് ചില നേതാക്കളെ ഇടപെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെ തെറ്റിദ്ധരിപ്പിച്ചതെന്നാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെയുള്ള സംസാരം. ഷദഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊഴുപ്പേകാൻ പാട്ടുകളും പരസ്യവും പോസ്റ്ററും എല്ലാം ഉണ്ട്. ജനം വിധി എഴുതാനായി പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 5 നാളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കാഴ്ചകളും അവസാനിക്കുന്നില്ല. പുതിയ തെരഞ്ഞെടുപ്പ് കാഴ്ചകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഉച്ചഭാഷിണിയോടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ അവസാനിക്കുകയാണ്. നമസ്കാരം.
ാം രണാങ്കണത്തിൽ പൂക്കൾ നുള്ളി ചൊപ്പണിഞ്ഞ മർത്യകോടികൾ. തീ പടർന്നു ചെങ്കൊടി ചുവപ്പ്, ഇതാ ഉണർന്നു കോടി സൂര്യ സംക്രമത്തുടിപ്പ്. കാറ്റിലാളി വീണു പോയൊരാറ്റുവഞ്ചി നാളമല്ല ആർത്തിരമ്പി നീ വരുന്നുവോ? കെടാത്തൊരഗ്നി ജ്വാല പോലെ ഇന്നു നിന്നെ ഏറ്റുവാങ്ങി വീറൊടിഞ്ഞ് കാലമിന്നു തേർത്തെളിച്ചുവോ? കൂടെയില്ലേ ഭൂമി മണ്ണേ, ഈ മകൻ നിനക്കു കാവലായി പിറന്നവൻ. ദിൽ മേ രാജീവ്, ദില്ലി മേ രാജീവ്, ദിൽ മേ രാജീവ് രാജീവ്. ദിൽ മേ രാജീവ്, ദില്ലി മേ രാജീവ്, ദിൽ മേ രാജീവ് രാജീവ്.